ഒരു കുഞ്ഞിനെ ചെറിയ പ്രായം മുതൽ അടിച്ച് ടോർച്ചർ ചെയ്ത് വഴക്ക് പറഞ്ഞാൽ ആ കുഞ്ഞ് നല്ല രീതിയിൽ വളരുമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. 1989 ഓസ്ട്രേലിയ. അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു. ആ കോളിൽ ഒരു വ്യക്തി വളരെ ഭയന്ന് സംസാരിച്ചു. അയാൾ പറഞ്ഞത്, സർ, ഞാനിവിടെ റിസ്വാൻ റിവറിനടുത്തൂടെ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ പോയപ്പോൾ വളരെ ദൂരത്തിൽ എന്തോ വിചിത്രമായി എനിക്ക് തോന്നി. അതെന്തായിരിക്കുമെന്നറിയാനായി ഞാൻ വളരെ അടുത്തേക്ക് ചെന്ന് നോക്കി. ആ കാഴ്ച കണ്ട് എനിക്ക് തന്നെ വിശ്വസിക്കാനായില്ല. അവിടെ ഒരു ശരീരം വളരെ ക്രൂരമായ രീതിയിൽ നമുക്ക് പോലും കണ്ടു നിൽക്കാനാകാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ട പോലീസ് ഓഫീസേഴ്സ് അടുത്ത ചില സമയത്തിൽ ആ ഒരു സ്ഥലത്തെത്തി. ആ ഒരു ശരീരത്തെ കണ്ട പോലീസുകാർക്ക് പോലും ഒരുപാട് സമയം അവിടെ നിൽക്കാനായില്ല. അത്രത്തോളം വളരെ മോശമായ രീതിയിൽ കത്തികൊണ്ട് ശരീരം മുഴുവനും കുത്തി ചതഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അത്. ആ ഒരു ശരീരം ആരുടേത്? ആരാണിത് ചെയ്തിട്ടുണ്ടാവുക? എന്തിനിത്ര മോശമായ രീതിയിൽ ചെയ്യണം? ഈ വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമന്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. പോലീസ് ഉടനെ ആ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. കൂടെ തന്നെ ആ റിവർ സൈഡിൽ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് മുഴുവൻ സ്ഥലവും പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ നിന്നും അവർക്ക് യാതൊരു എവിഡൻസും കിട്ടിയില്ല. എങ്കിലും പോലീസുകാർ ആ ആറിന് തൊട്ടടുത്തുള്ള മറ്റു സ്ഥലങ്ങളും തിരയാൻ തുടങ്ങി. ഇങ്ങനെ അവിടെയുള്ള ചെടി, മരം, പുല്ല്, കുറ്റിക്കാടുകൾ ഇവിടെ എല്ലാം തിരയുമ്പോൾ അവിടെ നിന്നും ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടി. പോലീസും അതൊരു എവിഡൻസ് ആയി സ്വീകരിച്ചു. ആ ഒരു ക്രെഡിറ്റ് കാർഡ് ആരുടേതാണ്, അവരുടെ പേരെന്താണ്, അഡ്രസ് എന്താണ്, ഇതെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. പറഞ്ഞു വന്നാൽ ആ ക്രെഡിറ്റ് കാർഡ് അവർക്ക് സാധാരണ രീതിയിൽ കിട്ടിയതല്ല. ആറിന് കുറച്ചടുത്ത് ഒരുപാട് കുറ്റിച്ചെടികൾ ഉണ്ടായിരുന്നു. അതിനടിയിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്ന് വളരെ ആഴത്തിൽ തിരയുമ്പോഴാണ് ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടിയത്. അതുപയോഗിച്ച് പരിശോധിച്ചതിൽ ആ കാർഡ് ഓണറിന്റെ പേര് ട്രേസി എന്ന് മനസ്സിലായി. ട്രേസി 1965 ഓഗസ്റ്റ് 4 ജനിച്ചു. അവളുടെ കുടുംബം വളരെ നോർമലായ ഒരു മിഡിൽ ക്ലാസ് കുടുംബമായിരുന്നു. ഈ ട്രേസി ജനിച്ചതിന് ശേഷം അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും പല രീതിയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടി. ഈ സമയത്ത് അമ്മയ്ക്കും അച്ഛനും എങ്ങനെ ട്രേസിയെ വളർത്തണം എന്ന് പോലും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഇവർ സാമ്പത്തികമായി കഷ്ടപ്പെടുമ്പോൾ മറ്റു മാർഗമില്ലാതെ ട്രേസിയെ അവളുടെ മുത്തശ്ശിയുടെയും മുത്തച്ഛൻ്റെയും കയ്യിലേക്ക് ഏൽപ്പിച്ചു. കുറച്ചു ദിവസം വളർത്താനായി ആവശ്യപ്പെട്ടു. ട്രേസിയും മുത്തശ്ശിയുടെ വീട്ടിൽ വളരെ സന്തോഷമായി ജീവിക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷെ അങ്ങനെ പോയി അവൾക്ക് നിരാശ മാത്രമായിരുന്നു ബാക്കി. അവിടെ അവളുടെ മുത്തശ്ശിയും മുത്തച്ഛനും അത്രത്തോളം സ്ട്രിക്റ്റ് ആയിരുന്നു. എപ്പോഴും അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, എന്തിനു നീ അവരോട് സംസാരിച്ചു എന്നൊക്കെ പല കണ്ടീഷൻസ് പറയാൻ തുടങ്ങി. കൂടാതെ ആ വീട്ടിൽ നിന്നും അവൾക്ക് ഒരുപാട് ഫിസിക്കലായിട്ടുള്ള ടോർച്ചർ കിട്ടിയെന്നും പറയുന്നു. അവൾ പുറത്തേക്ക് പോയാൽ പോലും അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാരണം ട്രേസി എന്തുകൊണ്ട് തനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് വിഷമിക്കാൻ തുടങ്ങി, ദുഃഖിക്കാൻ തുടങ്ങി. ജീവിതം തന്നെ അവൾക്കൊരു നരകമായി മാറി. ട്രേസി ചെറിയ പ്രായം മുതൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതുകൊണ്ട് അവൾ വളരുംതോറും അവളുടെ മനസ്സും ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ പോലെ അല്ലാതെ മുഴുവനായും മറ്റൊരു രീതിയിലേക്ക് മാറി. അവൾ എപ്പോഴും വളരെ വിചിത്രമായി, വ്യത്യസ്തമായി ചിന്തിക്കുമെന്ന് പറയുന്നു. ഈ ബ്ലാക്ക് മാജിക്, പാരനോർമൽ ആക്ടിവിറ്റീസ്, മരിച്ചവരോട് സംസാരിക്കുക, ഇങ്ങനെ അവളുടെ പ്രവൃത്തികളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ അവൾ ഇറങ്ങുമ്പോൾ അവളുടെ മനസ്സ് മുഴുവനും നെഗറ്റീവായിരുന്നു. തന്നെ എല്ലാവരും ഇത്രയേറെ കഷ്ടപ്പെടുത്തി, ഞാനും അവരെ കഷ്ടപ്പെടുത്തുമെന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. ട്രേസിക്ക് 15 വയസ്സുള്ളപ്പോൾ അവളുടെ മുത്തശ്ശൻ മരിക്കുന്നു. മുത്തച്ഛൻ്റെ മരണത്തിനു ശേഷം ട്രേസിയുടെ അമ്മ വീണ്ടും ട്രേസിയെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ചില വർഷങ്ങൾ അങ്ങനെ പോകുന്നു. ട്രേസിക്കിപ്പോൾ 24 വയസ്സ്. ലിസ എന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. കുറച്ചു ദിവസത്തിൽ നല്ല സുഹൃത്തുക്കളാകുന്നു. പരസ്പരം രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നു. ഇതുകൊണ്ട് ഇവർ രണ്ടുപേരും പ്രണയിക്കാനും തുടങ്ങി. ഇതിൽ ലിസ എന്ന പെൺകുട്ടിക്കും അമാനുഷികമായ കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. പ്രേത സിനിമകൾ, പ്രേതത്തോട് സംസാരിക്കുക, അവ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അറിയുക, ഇവയിലൊക്കെ വളരെയേറെ താല്പര്യം കൂടുതലായിരുന്നു. അതുപോലുള്ള കാര്യമായിരുന്നു ട്രേസിക്കും ഇഷ്ടമായതുകൊണ്ട് ഇവർക്കുള്ളിൽ പല കാര്യങ്ങളിലും പൊരുത്തമുണ്ടായിരുന്നു. പറഞ്ഞു വന്നാൽ ട്രേസിയും ലിസയും ഒരുപാട് സമയം പ്രേതത്തെക്കുറിച്ചും അമാനുഷികമായ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ട്രേസിയുടെ അമ്മയ്ക്ക് ട്രേസി ലിസയെ പ്രണയിക്കുന്നുവെന്ന കാര്യം മനസ്സിലായത്.
എന്നാൽ അവരുടെ അമ്മ ഇതിന് യാതൊരു എതിർപ്പും കാണിച്ചില്ല. രണ്ടുപേരുടെ പ്രണയത്തിനും അവർ സമ്മതം അറിയിച്ചു. അതുകൊണ്ട് ട്രേസി ലിസ ഒരുപാട് സന്തോഷമായി പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് പോകാൻ തുടങ്ങി. ഇങ്ങനെ ട്രേസിയുടെ കൂടെ ലിസ ഉള്ളതുകൊണ്ട് ട്രേസിക്ക് ഇഷ്ടമുള്ള പാരനോർമൽ ആക്ടിവിറ്റീസ്, ബ്ലാക്ക് മാജിക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ലിസയും പഠിക്കുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരുപാട് ബ്ലാക്ക് മാജിക് ആക്ടിവിറ്റീസ് പഠിച്ചിട്ട് അത് പ്രവർത്തിച്ചു നോക്കാനും തുടങ്ങി. ഇതിനായി ഇവർ മൃഗങ്ങളെ എടുത്തുകൊണ്ടുവന്ന് അവയെ ടോർച്ചർ ചെയ്ത് കൊല്ലാൻ തുടങ്ങി. പറഞ്ഞു വന്നാൽ കണ്ണിൽ കാണുന്ന എല്ലാ മൃഗങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അവയെ കൊന്ന് അവയുടെ രക്തം കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ട്രേസിക്ക് ആ രക്തത്തിന്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവൾ ആ രക്തം ലിസയ്ക്കും കൊടുത്തു. ലിസയും അത് കുടിച്ചു നോക്കുന്നു. അവൾക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും പല മൃഗങ്ങളെ വേട്ടയാടി അവയുടെ രക്തം കുടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും വളരെ വിചിത്രമായി സൈക്കോസായി മാറാൻ തുടങ്ങി. ആരെ കണ്ടാലും എന്തിനെ കണ്ടാലും ഇവർക്ക് രക്തത്തിന്റെ ചിന്ത മാത്രമാണ് വന്നത്. ഇവർ രണ്ടുപേരും അവരുടെ ജീവിതത്തിൽ ചില മനുഷ്യരെ കണ്ടുമുട്ടിയാൽ അവരുടെ പെർഫ്യൂം സ്മെല്ലിനെക്കാട്ടിലും അവരുടെ രക്തത്തിന്റെ സ്മെല്ലായിരുന്നു ഇവർക്ക് കൂടുതലായും വന്നിരുന്നത്. അത്രത്തോളം രക്തത്തിനോട് വല്ലാത്തൊരു ആർത്തി പോലെയായിരുന്നു ഇവർക്ക്. ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ട്രേസി ലിസയോട് ചെന്നിട്ട്, ഇനി എത്ര ദിവസം നമ്മളിങ്ങനെ മൃഗത്തിന്റെ രക്തം തന്നെ കുടിക്കും? കുറച്ച് വ്യത്യസ്തമായി മനുഷ്യന്റെ രക്തം കുടിക്കാം എന്ന് പറയുന്നു. ഇത് കേട്ട ലിസയും, നീ പറഞ്ഞത് ശരിയാണ്, നമ്മൾ മനുഷ്യന്റെ രക്തം കുടിച്ചു നോക്കണം. അത് സത്യത്തിൽ എത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ, അത് മനസ്സിലാക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഒക്ടോബർ 21, 1989 രാത്രി ട്രേസിയും ലിസയും ഒരു പബ്ബിലേക്ക് പോയി. അവിടെ 23 വയസ്സുള്ള കിം എന്ന പെൺകുട്ടിയും കൂടെ 23 വയസ്സുള്ള വാങ് എന്നയാളും ഉണ്ടായിരുന്നു. ഈ കിം, വാങ് ഇവർ രണ്ടുപേരും ആരെന്ന് ചോദിച്ചാൽ ട്രേസിയുടെ ജൂനിയേഴ്സ് ആയിരുന്നു. ഈ 4 പേരും ചേർന്ന് ആ പബ്ബിൽ മദ്യപിക്കാൻ തുടങ്ങി. ട്രേസി, ലിസ ഇവർ രണ്ടുപേർക്കും ബ്ലാക്ക് മാജിക്കിൽ ഒരുപാട് താല്പര്യമുണ്ടെന്ന കാര്യം ഇവരുടെ ജൂനിയേഴ്സിന് നന്നായി അറിയാം. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ട്രേസിയോടും ലിസയോടും ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടു. അതിനവരും ബ്ലാക്ക് മാജിക്കിനുള്ളിൽ നടക്കുന്ന ചില മോശമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഈ സമയത്ത് ട്രേസി ബാക്കിയുള്ള 3 പേരോട്, എനിക്കിപ്പോൾ തന്നെ ഒരു മനുഷ്യന്റെ രക്തം കുടിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നുവെന്ന് പറഞ്ഞു. അതിന് നിങ്ങൾ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനുശേഷം ആ 4 പേരും നന്നായി മദ്യപിച്ചിട്ട് ആ പബ്ബ് വിട്ട് പുറത്തേക്ക് വരുന്നു. ട്രേസി മനുഷ്യന്റെ രക്തം കുടിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ബാക്കിയുള്ള 3 പേരും ഞങ്ങളതിന് സഹായിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ 4 പേരും പബ്ബ് വിട്ട് പുറത്തേക്ക് വന്ന് കാറിനകത്ത് വളരെ ശബ്ദത്തിൽ പാട്ട് വയ്ക്കുകയും ഡാൻസ് കളിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തു. ഈ സമയത്ത് ആ പബ്ബിൽ നിന്നും പുറത്തേക്ക് വന്ന 47 വയസ്സുള്ള എഡ്വേർഡ് എന്നയാളെ ഇവർ കാണുന്നു. അയാൾ സ്വബോധം പോലും ഇല്ലാത്ത അത്രത്തോളം അളവിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. റോഡിൽ നിൽക്കാനോ നടക്കാനോ കഴിയാതെ ആടി ഉലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എഡ്വേർഡ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട ട്രേസിക്ക് എഡ്വേർഡിന്റെ രക്തം ടേസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നു. ഉടനെ ട്രേസിയും അവരുടെ ഫ്രണ്ട്സും എഡ്വേർഡിനോട് പോയി സംസാരിക്കാൻ തുടങ്ങി. എന്താ സർ, നന്നായി മദ്യപിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് നന്നായി നടക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ വീട്ടിലേക്ക് പോകും എന്ന് ചോദിച്ചു. ഞങ്ങളും ഇപ്പോഴാണ് പുറത്തേക്ക് വന്നത്. നിങ്ങളെ കൊണ്ട് ഈ സാഹചര്യത്തിൽ വീട്ടിൽ പോകാൻ കഴിയില്ല. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, വീട്ടിലേക്ക് കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. ഇതിൽ എഡ്വേർഡ് നന്നായി മദ്യപിച്ചത് കൊണ്ട് അയാളെ കൊണ്ട് ആ സമയം ഒന്നും സംസാരിക്കാൻ പോലും സാധിച്ചില്ല. ഇപ്പൊ എഡ്വേർഡിന് അയാളുടെ കൂടെ ആരാണ് സംസാരിക്കുന്നത് എന്ന് മുഖം പോലും വ്യക്തമായില്ല. ഇങ്ങനെ ട്രേസിയും ഫ്രണ്ട്സും എഡ്വേർഡിനെ അവരുടെ കാറിനുള്ളിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. എഡ്വേർഡ് ആ സമയം തന്നെ അവർ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും എന്നാണ് ചിന്തിച്ചത്. പക്ഷെ ആ കാർ എഡ്വേർഡിന്റെ വീട്ടിൽ പോകാതെ മറ്റൊരു പാർക്കിലേക്ക് ചെന്നു. അവിടെ കാർ നിന്നയുടനെ ട്രേസി എഡ്വേർഡിനെയും കൊണ്ട് കാറിൽ നിന്നും പുറത്തേക്ക് വന്നു. ബാക്കിയുള്ള 3 പേരെ ആ കാറിൽ തന്നെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ 2 പേരും ആ റിവർ സൈഡിൽ ഒന്ന് സംസാരിച്ച് നടന്നിട്ട് വരാമെന്ന് ആവശ്യപ്പെട്ടു. നിങ്ങളൊന്ന് കാത്തിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് ട്രേസി എഡ്വേർഡിനെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. എഡ്വേർഡും ട്രേസിയും അല്പസമയം ആ റിവറിനടുത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ട്രേസി അവളുടെ ലവറായ ലിസയെ വിളിക്കുന്നു. കൂടുതലൊന്നും പറഞ്ഞില്ല. ലിസ, എന്നെ ഒന്ന് സഹായിക്ക് എന്ന് മാത്രം പറഞ്ഞു. ഇതിനുശേഷം ലിസ വന്ന് എഡ്വേർഡിന്റെ അടുത്ത് നിന്നു. ട്രേസി അവൾ കൊണ്ടുവന്ന ഒരു കത്തി പുറത്തേക്കെടുത്തു. പതിയെ പതിയെ എഡ്വേർഡിന്റെ അടുത്തേക്ക് നടന്നു വരാൻ തുടങ്ങി. ട്രേസി അവളുടെ കയ്യിൽ കത്തിയെടുത്ത് അടുത്തേക്ക് വരുന്നുവെന്ന് കണ്ട എഡ്വേർഡ് ഭയന്നുകൊണ്ട്, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നീ എന്തിനാണ് കത്തിയെടുത്ത് എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് ചോദിച്ചു. ഇപ്പോൾ ട്രേസിയും, ഒന്നുമില്ല, ഒരല്പസമയം നിങ്ങളൊന്ന് ശാന്തനായാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ എല്ലാം വളരെ പെട്ടെന്ന് അവസാനിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. എഡ്വേർഡിനിപ്പോൾ ഒന്നും മനസ്സിലായില്ല. നീ എന്താണ് സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. ഇതിന് ട്രേസിയും സൈക്കോ പോലെ വളരെ വ്യത്യസ്തമായി എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആ കത്തിയെടുത്ത് എഡ്വേർഡിന്റെ നെഞ്ചിലേക്ക് തന്നെ കുത്തി. അയാൾ മുഴുവനും മദ്യപിച്ചിരുന്നത് കൊണ്ട് ട്രേസി അയാളെ കൊണ്ട് തടയാനേ കഴിഞ്ഞില്ല. ഇപ്പോൾ ട്രേസി ആ കത്തി പുറത്തേക്കെടുത്ത് വീണ്ടും കുത്താനായി പോയി. അയാൾ എത്രയോ ശ്രമിച്ചിട്ട് കൂടിയും അവളെ തടയാനും സാധിച്ചില്ല. ഇവർക്ക് 2 പേർക്കും ഇടയിലുള്ള ഈ ഒരു തർക്കത്തിനിടയിൽ ട്രേസിയുടെ ക്രെഡിറ്റ് കാർഡ് അവിടെ താഴെ വീണു. ഇങ്ങനെ ഒരുപാട് തവണത്തെ പരിശ്രമത്തിന് ശേഷം ട്രേസിയുടെ കയ്യിലുണ്ടായിരുന്ന ആ കത്തി താഴെ വീണു.
താഴെ വീണ കത്തി ട്രേസി വേഗം എടുത്ത് എഡ്വേർഡിന്റെ കഴുത്തിൽ തന്നെ കുത്തി. ഇപ്പൊ കുത്തുകൊണ്ടത് എഡ്വേർഡിന്റെ ഇടത് ഭാഗത്തെ കഴുത്തിലായിരുന്നു. അപ്പൊ തന്നെ എഡ്വേർഡ് താഴെ വീണു. ട്രേസി എഡ്വേർഡിന്റെ മുടി പിടിച്ചു വലിച്ച് അവന്റെ പിൻകഴുത്തിൽ 27 തവണ കുത്തി. ഇതിനുശേഷം എഡ്വേർഡിനെ നേരെ കിടത്തി അവന്റെ വലത് ഭാഗത്തുള്ള കഴുത്തിൽ വീണ്ടും കുത്തി. ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ ഇതുവരെയും ട്രേസി ചെയ്തത് അത്ര ക്രൂരമല്ല എന്നൊരു പക്ഷെ തോന്നിയേക്കാം. ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു നോക്കാൻ കഴിയില്ല. അത്രത്തോളം മോശം. ഇത്രയും മോശമായ ഒരു പെരുമാറ്റത്തിലൂടെ അവൾ എത്രത്തോളം മോശമായ ഒരു സ്ത്രീയാണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന എഡ്വേർഡിന്റെ കഴുത്തിൽ വാവച്ച് ട്രേസി രക്തം കുടിക്കാൻ തുടങ്ങി. ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിന് മുകളിൽ അവൾ കയറി ഇരുന്നിട്ട് വളരെ സാവധാനം ആസ്വദിച്ച് അവൾക്ക് കൊതി തീരുന്നതുവരെയും ആഗ്രഹം തീരുന്നതുവരെയും രക്തം കുടിച്ചിട്ട് അവസാനം അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി തൊട്ടടുത്തുള്ള നദിയിൽ കൊണ്ടുപോയി കഴുകി. കൂടാതെ അവളുടെ ശരീരത്തിൽ തെറിച്ചിരുന്ന രക്തവും കഴുകിക്കളഞ്ഞു. എല്ലാം അവസാനിച്ചിട്ട് ട്രേസി മിലിസയും ഒന്നും സംഭവിക്കാത്തതുപോലെ അവരുടെ കാറിൽ കയറിപ്പോയി. ഇതിനുശേഷമാണ് നമ്മൾ ആദ്യം കണ്ടതുപോലെ അടുത്ത ദിവസം രാവിലെ ആ നദിക്കരയിലൂടെ നടന്നു. വളരെ മോശമായ രീതിയിൽ കുത്തേറ്റ് കിടക്കുന്ന എഡ്വേർഡിന്റെ ശരീരം കാണുന്നു. ഉടനെ പോലീസിനോടും പറയുന്നു. പോലീസ് അവിടെ വരികയും ക്രെഡിറ്റ് കാർഡ് കിട്ടുകയും അതുവഴി ട്രേസിയെ കണ്ടുപിടിക്കുകയും ചെയ്തു. പോലീസ് ഉടൻ തന്നെ നേരെ ട്രേസിയുടെ വീട്ടിലേക്ക് പോകുന്നു. ട്രേസിയുടെ വീടിനുള്ളിൽ പോലീസ് വന്നത് കണ്ട ട്രേസിക്ക് വലിയ ഞെട്ടലായി. ഇപ്പോൾ ട്രേസിയെ കണ്ട പോലീസുകാരും ഇവളൊരു പെൺകുട്ടിയല്ലേ, ഇവൾ എങ്ങനെ ഇത്ര ക്രൂരമായി മോശമായി ഒരു കൊലപാതകം ചെയ്യും എന്ന് ചിന്തിച്ചു. തീർച്ചയായും അവൾ അത് ചെയ്തിട്ടുണ്ടാകില്ല എന്ന ചിന്ത പോലും പോലീസിനുണ്ടായി. പക്ഷെ അവരുടെ ക്രെഡിറ്റ് കാർഡ് അവിടെ കിട്ടിയതുകൊണ്ട് നിങ്ങളാണോ ഇത് ചെയ്തത് എന്ന് ട്രേസിയോട് ചോദിച്ചു. ഇപ്പോൾ ട്രേസിയും ഞാനത് ചെയ്തിട്ടില്ല, എനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല. ആ റിവർ സൈഡിൽ ഞാനും എൻ്റെ കൂട്ടുകാരിയും കളിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അറിയാതെ എൻ്റെ ക്രെഡിറ്റ് കാർഡ് അവിടെ മിസ്സായതാണെന്ന് പറഞ്ഞു. ഇതിനുശേഷം പോലീസ് ട്രേസിയോട് ആ ക്രെഡിറ്റ് കാർഡിന്റെ കളർ ഏതെന്ന് ചോദിച്ചു. അതിനവളും കറക്റ്റ് ആ ഒരു കളർ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ പോലീസ് ആ ക്രെഡിറ്റ് കാർഡ് ട്രേസിയുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് ഇനി ഇത് കളയരുത്, മിസ്സാക്കരുത്, സൂക്ഷിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. ഇപ്പോഴാണ് ട്രേസിയുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. എങ്ങനെയെങ്കിലും പോലീസിൽ നിന്നും രക്ഷപ്പെട്ടു എന്നവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. കൂടെ തന്നെ പോലീസിന് തന്നോട് ഒരല്പം പോലും സംശയം വന്നില്ല എന്നും അവൾ സന്തോഷിച്ചു. പക്ഷെ ദിവസങ്ങൾ കഴിയുന്തോറും ട്രേസി വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിന് ഇരയാകാൻ തുടങ്ങി. എന്തായാലും താൻ ചെയ്തത് തെറ്റാണ്, ഇത്രയും മോശമായ ഒരു കാര്യം ചെയ്തു, ഇതെന്നെ കൊണ്ടുപോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. താൻ അത്രത്തോളം ക്രൂരയായ മോശമായ ഒരു സ്ത്രീയാണോ? വലിയൊരു തെറ്റ് ചെയ്തു എന്നവളുടെ മനസ്സ് പറയാൻ തുടങ്ങി. ഇപ്പോൾ ട്രേസി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ തന്നെയാണ് എഡ്വേർഡിനെ കൊന്നത്, ഇവ എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. ട്രേസി പറഞ്ഞ കാര്യം കേട്ട് പോലീസിന് ഒന്നും മനസ്സിലായില്ല. അവൾ കള്ളം പറയുകയാണ്, നമ്മളെ കളിയാക്കുകയാണെന്ന് ചിന്തിച്ചു. പക്ഷെ അവൾ വീണ്ടും വീണ്ടും ഞാനാണിത് ചെയ്തത്, ഞാനാണ് ഈ തെറ്റ് ചെയ്തത്, ഇതാലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നുന്നു, എനിക്ക് രാത്രികളിൽ ഉറക്കം വരുന്നില്ല, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോഴും പോലീസ് വിശ്വസിക്കാത്തത് കൊണ്ട് അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും മുഴുവനായും അവൾ പറഞ്ഞു. ഇതിനുശേഷം പോലീസ് ട്രേസിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ 3 പേരെയും വിളിച്ച് ചോദ്യം ചെയ്തു. അങ്ങനെ ചോദിച്ചതിൽ അവർ പറഞ്ഞത് ഇതിനും ഞങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല, ഇതെല്ലാം ട്രേസി മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് പോലീസിന് തന്നെ മനസ്സിലായത് ട്രേസി പറഞ്ഞതെല്ലാം സത്യമാണെന്ന്. ട്രേസിക്ക് കോടതിയിൽ ജീവപര്യന്തം ശിക്ഷ കിട്ടി. 22 വർഷം അവൾ ജയിലിൽ തന്നെ ആയിരിക്കണം. തുടക്കത്തിൽ മീഡിയ ട്രേസിയുടെ ഈ ഒരു ന്യൂസ് വലിയ രീതിയിലൊന്നും ടെലികാസ്റ്റ് ചെയ്തില്ല. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു പെൺകുട്ടി മനുഷ്യന്റെ രക്തം കുടിച്ച് ക്രൂരമായി കൊന്നുവെന്നുള്ളത് പലരും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ന്യൂസ് പല മീഡിയയിലൂടെ പുറത്തു വരാൻ തുടങ്ങി. ലോകം മുഴുവനും വൈറലായ ഒരു കേസാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ദിവസം മീഡിയയിൽ ഈ ഒരു കേസ് മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ ട്രേസി ഒരു ലെസ്ബിയൻ ആയതുകൊണ്ട് എല്ലാവരും അവളെ ലെസ്ബിയൻ വാമ്പയർ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ പല വർഷം പോകുന്നു. ഒരുപാട് വർഷം കഴിഞ്ഞ് ജയിലിനുള്ളിലുണ്ടായിരുന്ന ട്രേസി ഒരു ന്യൂസ് ചാനലിന് ഇന്റർവ്യൂ കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് ആ സമയം രക്തം കുടിക്കണമെന്നുള്ള ചിന്ത മാത്രമായിരുന്നു, എനിക്ക് സ്വബോധമേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇക്കാര്യം ചെയ്ത് അവസാനിച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്തത് എത്രത്തോളം തെറ്റാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായതെന്നും പറഞ്ഞു. ആ ഇന്റർവ്യൂവിലും അവൾ വളരെ ദുഃഖത്തോടു കൂടിയായിരുന്നു സംസാരിച്ചത്. പക്ഷേ ജയിലിൽ പോയിട്ട് കൂടിയും അവൾ നന്നായി ജീവിച്ചില്ല. ഒരുപാട് തെറ്റുകൾ അവിടെയും ചെയ്യാൻ തുടങ്ങി. 2009 ട്രേസി പരോളിന് അപ്ലൈ ചെയ്തു. എന്നാൽ അവൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ജയിലിനുള്ളിലും ചെയ്യുന്നത് കൊണ്ട് അവളുടെ പരോൾ ക്യാൻസൽ ചെയ്യുന്നു. വീണ്ടും അവൾ 2011 ഒരു തവണ കൂടെ പരോളിന് അപ്ലൈ ചെയ്തു. ഈ സമയം അവളുടെ ആ പരോൾ കോടതി അക്സെപ്റ്റ് ചെയ്തു. അവൾ ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന അവൾ അവളുടെ പേര് മുഴുവനും ഐഡന്റിറ്റി മുഴുവനും മാറ്റി. അവൾക്ക് ഒപ്പേറ എന്ന ഒരു പുതിയ പേര് നൽകി. ഇതിനുശേഷം അവൾ ക്യൂൻസ്ലാൻഡിൽ പോയി ഒരു പുതിയ ജീവിതം നയിക്കാൻ തുടങ്ങി. ട്രേസി ഇങ്ങനെ സ്വബോധ നഷ്ടമായി ക്രൂരമായൊരു കൊലപാതകം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം അവളുടെ നെഗറ്റീവ് തോട്ട്സ്, ബ്ലാക്ക് മാജിക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള അവളുടെ അധിക താല്പര്യമായിരുന്നു. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അവളുടെ കുട്ടിക്കാലമായിരുന്നു.
ചെറിയ പ്രായം മുതലേ അവളെ നന്നായി ശ്രദ്ധിക്കാത്ത അച്ഛൻ, അമ്മ, മുത്തശ്ശി, മുത്തച്ഛൻ, ഇത് കാരണം അവൾ വളരെ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരുപക്ഷെ അവൾ നല്ല സ്നേഹത്തിലും സംരക്ഷണയിലും വളർന്നു വന്നിരുന്നുവെങ്കിൽ ഇങ്ങനൊരവസ്ഥയിൽ എത്തില്ലായിരുന്നു. എന്തായാലും താൻ ചെയ്തത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കിപ്പോയി സറണ്ടർ ആകണമെന്നുണ്ടെങ്കിൽ അവൾ നല്ലൊരു വ്യക്തി തന്നെ ആയിരുന്നിരിക്കണം. അതുകൊണ്ട് തീർച്ചയായും അവളുടെ കുട്ടിക്കാലം നന്നായിരുന്നുവെന്നുണ്ടെങ്കിൽ അവൾ നല്ലൊരു കുട്ടിയെ തന്നെ വളർന്നു വരുമായിരുന്നു. ഇന്നീ കണ്ട വീഡിയോയിലൂടെ നമ്മളെ ചുറ്റി നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.